ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പുട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ടിട്ട് എനിക്ക് 2 നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. റാഗിപ്പൊടി കൊണ്ട് ഒരു നേരമെങ്കിലും റാഗിപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് റാഗിപ്പൊടി കൊണ്ട് ഇന്ന് രാവിലെ റാഗിപ്പൊടിയുടെ പുട്ടും റോബസ്റ്റ പഴമാണ് കേട്ടോ അന്ന് കഴിക്കാൻ പോണത്. അപ്പോൾ അതിനു വേണ്ടി അത് തയ്യാറാക്കാനാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പൊടിയിട്ട് നല്ലോണം വറുത്ത് വരുമ്പോഴത്തേക്കും ഉപ്പ് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം, കട്ട കെട്ടാതെ കേട്ടോ. എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ചേർത്ത് തളിച്ച് കൊടുത്തിട്ട് വേണം. ഒറ്റ കട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം ഏറിപ്പോവും. വെള്ളം കൂടുക ചെയ്യരുത്, എന്നാൽ കുറയാനും പാടില്ല കേട്ടോ. അതുപോലെ ആയിരിക്കണം, കൈ കൊണ്ട് പിടിക്കുമ്പോൾ പിടി കിട്ടണം. ആ രൂപത്തിലായിരിക്കണം നമ്മളിത് തയ്യാറാക്കാൻ. എന്നിട്ട് ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് ആദ്യം അതിൽ ഇച്ചിരി എണ്ണ തൂക്കണം. എന്നിട്ട് തേങ്ങ വിതറി കൊടുക്കുക. അതിന് മുകളിലേക്ക് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പുട്ട് തയ്യാറായി.